ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ 50% സ്ത്രീകൾക്ക് സംവരണമുണ്ട്. ഒരു അസംബ്ലിയിൽ ഒരു വോട്ടെടുപ്പ് വന്നാൽ സാറിൻ്റെ നിലപാട് എന്തായിരിക്കും? സംവരണത്തിലേക്ക് ഞാൻ ഈ പൊളിറ്റിക്സിലുള്ള സംവരണത്തെക്കാൾ ജോലി സംവരണത്തെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വനിതാ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ പുരുഷ മെമ്പർമാരെക്കാൾ നന്നായിട്ട് ആക്ട് ചെയ്യുന്നവരുണ്ട്. വളരെ ഞാൻ ചില സ്ഥലത്തിലൊക്കെ ജനറൽ സീറ്റിൽ സ്ത്രീകളെ പ്രസിഡൻ്റ് ആക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ സംവരണം, ജനപ്രാതിനിധ്യത്തിലെ സംവരണം, പാർലമെൻറ്റിലെ സംവരണത്തെക്കാൾ സ്ത്രീക്ക് ഇന്ന് ഏറ്റവും ആവശ്യം. അത് ഞാൻ എഗ്രി ചെയ്യുന്നു, ആവശ്യമാണ്. വന്നെങ്കിൽ അതിനെ വെൽക്കം ചെയ്യുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലി സംവരണമാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് ഈ പൊളിറ്റിക്സിലാണ് എൻ്റെ ഒരു ചോദ്യം. പൊളിറ്റിക്സിൽ കേരളത്തിൽ വ്യക്തമായ ഒരു കേരള രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ പഞ്ചായത്തി രാജ് നിയമ ഭേദഗതിയിലൂടെ സ്ത്രീ സംവരണം വർദ്ധിപ്പിച്ചതുവഴി സ്ത്രീകൾക്ക് പൊതുസമൂഹത്തിലും അവരവരുടെ വീടുകളിൽ പോലും അവരുടെ ശക്തിയും അംഗീകാരവും കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ, പ്രശ്നങ്ങൾ പഠിക്കാൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ നമ്മളുടെ അമ്മമാരെയും സഹോദരിമാരെയും ഈ നിയമ നടപടിയിലൂടെ അങ്ങേയറ്റം സഹായിച്ചിട്ടുണ്ട്, അവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും 2 വർഷം കൊണ്ട് സാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. ഇനിയും സാറ് 3 വർഷം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ ഇനിയും MLAയും മന്ത്രിയും ഒക്കെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അൽഫോൺസയും വളരെ നന്നായിട്ട് എന്നെ ചോദ്യം ചെയ്തു, വക്കീലായതുകൊണ്ടായിരിക്കും. അതെ, അഡ്വക്കേറ്റ് ഒരു വാദം പ്രതിവാദം ഞാനിവിടെ കണ്ടത്. നമ്മുടെ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനോട് സംസാരിച്ച MLAയോട് സംസാരിച്ചത് എങ്ങനെ തോന്നി? രണ്ടുപേരും അഡ്വക്കേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഉള്ളിനുള്ളിലൊരു വാശിയുള്ള പോലെ തോന്നി. ചോദ്യങ്ങളും സാധാരണ വക്കീലന്മാർ തമ്മിൽ പൊരുത്തപ്പെടാറില്ല. ഇവിടെ എന്തോ ഒരു പൊരുത്തം കണ്ടു. അത് രണ്ട് ഫീൽഡായാലും സാറ് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, ആദ്യമേ തന്നെ ഞാനിപ്പോ കോടതി പോയിട്ട് കുറച്ച് ദിവസമായി കുറച്ച് വർഷമായില്ലേ. എന്തായാലും അൽഫോൺസോയുടെ ചോദ്യങ്ങൾ വളരെ പ്രസക്തിയുള്ള ചോദ്യങ്ങളായിരുന്നു. അതിന് ബഹുമാനപ്പെട്ട MLA ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഈ ആദിവാസികളുടെ കാര്യങ്ങളിലായാലും പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ജനങ്ങളോട് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ മിക്കതും അദ്ദേഹത്തിന് പാലിക്കാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. പക്ഷേ അതിന് ഉപരിയായിട്ട് ഞാൻ അൽഫോൺസിന് വേറൊരു ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു വിശദീകരണം ബഹുമാനപ്പെട്ട MLAയോട് വീണ്ടും കുത്തി ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം അന്യസംസ്ഥാന ജോലിക്കാരുടെ പ്രശ്നം പറഞ്ഞു. അത് ഏറ്റവും കൂടുതൽ ഈ ക്രിമിനൽസ്, ഇതോടെ വരുന്ന കളവ്, ഭവന ഭേദനം, ഇതുപോലത്തെ സംഭവങ്ങളിലൊക്കെ പിടിക്കപ്പെടുന്നൊക്കെ ഇവരാണ്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളിൽ എന്ത് ചെയ്യാം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു വ്യക്തമായ മറുപടി നമ്മൾക്ക് ബഹുമാനപ്പെട്ട MLAയിൽ നിന്ന് കിട്ടിയിട്ടില്ല. കാരണം ഇവരിത്രയും കാര്യങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ, നമ്മളെ നാട്ടിലുള്ള വൈറ്റ് കോളറും ജോലികളായിട്ട് പോകുന്നുണ്ടെങ്കിൽ കൂടി ഇത്ര ക്രിമിനൽ, അതിന് നമ്മൾക്ക് നമ്മളെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പകലും രാത്രികളിലും ഏറ്റവും കൂടുതൽ ആഭരണം തട്ടിപ്പറിക്കുന്ന കാര്യങ്ങളിലായാലും മർഡർ അറ്റംപ്റ്റുകളിലായാലും ഏറ്റവും കൂടുതൽ ഈ അന്യസംസ്ഥാന ജോലിക്കാർ, കാരണം നമ്മുടെ രാജ്യത്തുള്ളവരാണ്, ഇന്ത്യൻ പൗരന്മാരാണെങ്കിൽ കൂടിയിട്ട് ഇത്തരം ഒരു സംഭവങ്ങൾ, സാഹചര്യം വരുമ്പോൾ അതിന് എന്ത് ശക്തമായ നടപടികൾ എടുക്കാൻ പറ്റും ഗവൺമെൻറ് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ അത് തിരിച്ചുള്ള വീണ്ടും ചോദിക്കാത്തതുകൊണ്ട് അതങ്ങ് വെറുതെ അങ്ങ് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അതിന് വ്യക്തമായൊരു മറുപടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതിൽ ഒന്ന്, ഞാൻ അവരെ ജനറലൈസ് ചെയ്ത് അവരെ കുറ്റക്കാരായിട്ട് കാണുന്നില്ല. ജനറലൈസ് ചെയ്ത് അവരുടെ ജീവിത സാഹചര്യം, വിദ്യാഭ്യാസ നിലവാരം, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇവിടെ ഗവൺമെൻറ് ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന്, രജിസ്ട്രേഷൻ. അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലിക്ക് നിയമിക്കുന്ന അവരുടെ സ്പോൺസർമാർ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ അവരുടെ അഡ്രസ്സ് നൽകി രജിസ്റ്റർ ചെയ്യണം. എത്രത്തോളം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്? കേരളത്തിൽ അത് പ്രാവർത്തികമായിട്ടില്ല. ഇല്ല. നിയമസഭയിൽ ഒരു പ്രഖ്യാപനം നടത്തിയെങ്കിൽ പോലും അത് പ്രാവർത്തികമായിട്ടില്ല. പിന്നെ അവർക്ക് വേറൊരു വിഷയം, അവരെ ഇപ്പം അവർക്ക് താമസിക്കാൻ സൗകര്യങ്ങളില്ല. അവർക്ക് ബേസിക് നീഡ്സ്, അവർക്ക് ആ സൗകര്യങ്ങൾ പോലും ഇല്ല. അവരെ മനുഷ്യരായിട്ട് തന്നെ അംഗീകരിക്കുകയും കേരളീയ സമൂഹത്തിൻ്റെ ഭാഗമായി അവരെ വിദ്യാഭ്യാസത്തിലും ജീവിത നിലവാരത്തിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സാമൂഹ്യ ഉത്തരവാദിത്വം ഭരണതലത്തിലും അല്ലാതെയും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവരെയും ഈ ഒറ്റപ്പെടുത്തി കാണിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്കും കൂടുതൽ. ഇപ്പോൾ എല്ലാം അവരാണെന്ന് സാർ നമുക്ക് പറയാനും ബേസിക്കലി മനുഷ്യ നന്മയിൽ നമ്മുടെ ആൾക്കാർ ഒട്ടും മോശമില്ലേനും. കേരളത്തിൽ അവർ ജീവിക്കുമ്പോൾ, കേരളത്തിലെ ആളുകളുമായി ഇടപഴകി ജീവിക്കുമ്പോൾ അവർ കുറെ കൂടി മെച്ചപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, താങ്ക് യു സർ. സുധീര മാഡം, എന്താണ് ചോദിക്കാനുള്ളത്? നമ്മുടെ 2 വക്കീലന്മാർ തമ്മിലുള്ള അഭിമുഖമായിരുന്നു. പക്ഷേ അൽഫോൺസ വക്കീൽ എന്ന നിലയിലല്ല അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്.
അല്ല അല്ല ആ രീതിയിലല്ല, ഒരു രാഷ്ട്രീയ ഒരു തഴക്കം വന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പരിചയ സമ്പന്നനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. ആ രീതി തന്നെയാണ്. പിന്നെ സാറിൻ്റെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കഴിയാവുന്ന കൂടുതൽ അദ്ദേഹത്തിന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്, മരാമത്ത് നിന്നൊക്കെ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ആദിവാസികളുടെ കാര്യത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്നാണ്. കാരണം അവരാണ് എന്നും ഒരിക്കലും അവർ പുരോഗതി ഇല്ലാതെ കിടക്കുന്ന ഒരു വിഭാഗമാണ്. അതിനുവേണ്ടി സാറിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ സാറ് പറയണ്ടായി, സാറ് ചൈനയിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം. അപ്പോൾ സാറ് സാറിന് അറിയാവുന്നതാണ്, അവിടെ ചൈന മതിൽ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അത് രാജാക്കന്മാർ വേലി കെട്ടി തിരിക്കുന്ന പോലെ അതിരുകൾ വേർതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ മതിൽ കെട്ടിയത്. അതിൽ എത്രയോ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ പൊലിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ മതിലുണ്ടാക്കാം. മതിലെന്ന് പറഞ്ഞാൽ അത് രാജ്യങ്ങളെയൊക്കെ തഴുകി പോകുന്ന പീഠഭൂമികളെയൊക്കെ തഴുകി പോകുന്നൊരു വലിയ സംഭവമാണ് മതിൽ. അത് അങ്ങനെയുള്ളൊരു മതിൽ എന്തിനാണ് നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു ചെറിയൊരു സംശയം. കോൺഫ്ലിക്റ്റ് മനുഷ്യജീവിതം ഭൂമുഖത്തുള്ളിടത്തോളം കാലം ഉണ്ടാകും. ഞാൻ വനാതിർത്തിയിൽ നിന്ന് ഇന്നും വരുന്നത്. അവിടെ ജീവിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം അത് സാധാരണക്കാരും ആദിവാസികളും കൃഷിക്കാരുമാണ്. അവരുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ വനത്തിലേക്ക് നമ്മളും കയറണ്ട. അതെ, വന്യജീവികളുടെ സുരക്ഷിതത്വം, ഈ രണ്ട് കോൺഫ്ലിക്റ്റും ഒഴിവാക്കുന്നതിനാണ്. അത് ഞാൻ മൃഗങ്ങളുടെ ശല്യം കൂടുതലുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് സാർ അത് അല്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ്. കാരണം ആ വനാതിർത്തിയിലുള്ള വീടുകളൊക്കെ ചെറിയ വീടുകളാണ്. ഏതായാലും അൽഫോൺസയുടെ ചോദ്യങ്ങൾ നല്ലതായിരുന്നു. അൽഫോൺസ് അങ്കമാലി എന്നാണ് വരുന്നത്. പേരാവൂരിലുള്ള സാറിന്റെ അവിടെയുള്ള ആ നാട്ടിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അൽഫോൺസ വളരെ ഗംഭീരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും. സാറ് വക്കീലായതുകൊണ്ടാണ് ഞാൻ അവിടെ നിയമസാക്ഷരത കൊടുക്കുന്നുണ്ടോന്ന് ചോദിച്ചത് ആദിവാസികൾക്ക്. വളരെ നന്നായിരുന്നു. ഓക്കെ സാർ. ഓക്കെ മാഡം. രാമണി സാർ. അൽഫോൺസയും പ്രിയപ്പെട്ട MLAയും കൂടിയുള്ള സംഭാഷണത്തിൽ വക്കീൽമാരിലുപരി രണ്ട് രാഷ്ട്രീയക്കാർ സംസാരിക്കുന്നു. കാരണം അൽഫോൺസയുടെ ഒരു പിന്നെ അംബിഷൻ എപ്പോഴും വക്കീൽ പണി വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പം രാഷ്ട്രീയ ചോദ്യങ്ങളാണ് കൂടുതൽ ചോദിക്കുന്നത്, രാഷ്ട്രീയമായിട്ട് എങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഒരു സണ്ണി ജോസഫ് നടന്ന രാഷ്ട്രീയം പഠിക്കുക എന്നുള്ളൊരു സ്വഭാവം കൂടി ഇതിൻ്റെ അകത്തുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഏതായാലും പിന്നെ ഒരു കാര്യക്ഷമതയുള്ള ഒരു ജനപ്രതിനിധിയുടെ സ്വരമാണ് സണ്ണി ജോസഫ് ഇവിടെ ഉയർത്തിയത്. കാരണം ഇന്ന് നമ്മളുടെ എല്ലാ ജനകീയ പരിപാടികളെയും തുരങ്കം വയ്ക്കുന്ന ഈ റെഡ് ടാപ്പിസം എന്ന് പറയുന്ന ചുവപ്പ് നാടകളാണ്. അതിൻ്റെ അകത്ത് കടന്നിട്ട് അപ്പോൾ എനിക്ക് പറയുന്ന ഒരു ജനപ്രതിനിധിക്ക് അവിടെ അസംബ്ലി ഇരിക്കുന്നതിനേക്കാളും കൂടുതൽ സെക്രട്ടേറിയറ്റിൽ കടന്ന് തിരിഞ്ഞു കളിക്കേണ്ടി വരും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് ശരിയാണെന്ന് തോന്നി. കാരണം ഒരു കാര്യം നേരേക്ക് എടുക്കണമെങ്കിൽ ഇവരെ ഇതിന്ന് ഇതാക്കി കിട്ടാച്ച വലിയൊരു പ്രയാസമാണ് ഫയൽ നീക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം അൽഫോൺസിക്ക് ചോദിക്കുക, അതിന് എന്താ, അതിനൊരു ശാശ്വത പരിഹാരം നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു വലിയ പ്രശ്നം അവിടെ ചോദിക്കാവുന്നത് ഒരു കാര്യം എനിക്ക് തോന്നിയത് അൽഫോൺസയുടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധികൾ പലപ്പോഴും നിഷ്പരപ്പരായിട്ട് മാറിയിട്ട് ഒരു ഉദ്യോഗസ്ഥ ലോബി കാര്യങ്ങൾ നടക്കുന്ന ഒരവസ്ഥ ഇല്ലേ എന്ന് പലപ്പോഴും നമുക്ക് സംശയിക്കുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് പണ്ടത്തെ പോലെ നേതാക്കന്മാർക്ക് രാഷ്ട്രീയമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ അസർട്ട് ചെയ്യാൻ പറ്റാതെ? ഇപ്പം ഞാൻ പൊന്നാനി എന്നാണ് വരുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. പൊന്നാനി ഇമ്പിച്ചുവാന്ന് പറഞ്ഞിട്ട് 4ാം ക്ലാസ്സും കൂടി പോവാത്ത ഒരു മന്ത്രി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അദ്ദേഹം IAS കൈകാര്യം ചെയ്തു. IAS-കാർക്കൊന്നും IAS വളരെ കഴിവുള്ള അവരതുകൊണ്ടല്ല. പക്ഷേ ഈ സിസ്റ്റം ഉണ്ടല്ലോ, ഈ ബ്യൂറോക്രസി പറയുന്നൊരു സിസ്റ്റം ഭയങ്കര ഒരു വിഷയ സർക്കിളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് കേരളത്തിലെല്ലാം ഭേദമാണ്. ഞാൻ തുഞ്ചൻ സ്മാരകത്തിലാവുകൊണ്ട് കേന്ദ്ര കൾച്ചറൽ മിനിസ്ട്രിയിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ജയകുമാർ അടക്കം പറയും, ഈ ഉദ്യോഗസ്ഥന്മാർ കീഴുള്ളവരൊന്ന് പ്രസാദിച്ച ഒരു കാര്യം കിട്ടണമെങ്കിലുള്ള പ്രയാസം ഭയങ്കര. അപ്പം അതിനെ എങ്ങനെ ഒരു കാര്യക്ഷമതയുള്ള ഒരു ജനപ്രതിനിധിയുള്ള എനിക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ കുഴപ്പം എന്നുള്ള നിലയ്ക്ക് എന്നിപ്പോൾ എന്ത് കാര്യം നോക്കുന്ന സമയത്തും ഇപ്പോൾ CBIയുടെ പ്രശ്നമുണ്ടായി. പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു പ്രശ്നങ്ങൾ കോടതിയിൽ പോവുക, ഇങ്ങനെയുള്ള ഒരു കാര്യം വരുന്നത് ജനങ്ങളെയും
പിന്നെ നേതാക്കന്മാരും ഇടയിലുള്ള വലിയൊരു പ്രശ്നമായിട്ട് സങ്കീർണതയായിട്ട് നിൽക്കുന്ന ഈ സിസ്റ്റം, ഇതൊരു ഇംഗ്ലീഷുകാരൻ വിട്ടേച്ചു പോയ സിസ്റ്റമാണിത്. അപ്പം ഇതിൽ നിന്നൊരു മോചനം എങ്ങനെ ഒരു ജനകീയനായ ജനപ്രതിനിധിക്ക് സാധിക്കും എന്നതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ള ചോദ്യം. ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. കാരണം എൻ്റെ എക്സ്പീരിയൻസിലും നമ്മളുടെ ഭരണ സംവിധാനത്തിൽ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഫോർമാലിറ്റീസ്. ഒരു ഫയൽ തന്നെ തിരുവനന്തപുരത്ത് നിരവധി സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മേശപ്പുറത്ത് പോകണം, അവരുടെ കയ്യൊപ്പ് വേണം. സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, അത്തരത്തിലുള്ള അഡീഷണൽ സെക്രട്ടറി, അത്തരത്തിലുള്ള സൂപ്രണ്ട്, ക്ലർക്ക്, അങ്ങനെയുള്ള നിരവധി മേശപ്പുറത്ത് പോയിട്ടാണ് ഒരു ഫയൽ പ്രോസസ്സ് ചെയ്യുന്നത്. അത് മിനിസ്റ്റർ ഒപ്പിട്ടാൽ പിന്നെ ഇതേപോലെ താഴേക്ക് വരണം, അതൊരു ഓർഡറായിട്ട് വരണമെങ്കിൽ. അത്തരത്തിലുള്ള നൂലാമാല ഒഴിവാക്കാനുള്ള ഒരു ഭരണ പരിഷ്കാരം ആവശ്യമാണ്. നമ്മളുടെ ഭരണഭാഷ, നമ്മളിപ്പോൾ നമ്മൾ വിദേശത്തൊക്കെയുള്ള ഓരോ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ക്ലാരിറ്റിയാണ്. സിംഗപ്പൂരിൽ നിന്നുള്ളൊരു വിസ അങ്ങോട്ട് വന്നാൽ ആ കൃത്യതയോടുകൂടി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു ഓർഡർ കൈ കിട്ടിയാൽ സാമാന്യക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവില്ല, മലയാളമായിട്ടും കാര്യമില്ല, അത് വളച്ച് തിരിച്ച് ഒരു ജാതി ഏർപ്പാടാണ്. ഇതൊക്കെ ഈ പഴയ ഇംഗ്ലീഷുകാരിട്ട് പോയ ഈ ജനങ്ങളെ കളിപ്പിക്കാനുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അത് ശരിയാ തോന്നിയിട്ടില്ലേ ജനപ്രതിനിധിക്ക്? ഇപ്പം ഭരണഭാഷ മലയാളമാക്കണം എന്നുള്ള ഒരു ഉണ്ട്. അതെ, അതിലും ഒരു നമ്മളെ ഭാഷയ്ക്കൊന്നും ഒരു ഓർഡറൊക്കെ വരുന്ന സമയത്ത് ആ ഭാഷയ്ക്ക് ഒരു വളഞ്ഞൂത്തിയ ഭാഷയാണ്, നോക്കിയിട്ടില്ലേ? അതിലൊക്കെ ഒരു ജനങ്ങൾക്ക് നേരെ മലയാളീകരിക്കാനുള്ള പ്രയാസമുണ്ട്. അതെ, ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഒരു ട്രാൻസ്പാരൻസി ഉണ്ടാക്കിയെടുക്കുക എന്നത് വലിയൊരു ഘടകം. അപ്പോൾ അൽഫോൺസൊക്കെ ഇനി രാഷ്ട്രീയത്തിൽ കയറുമ്പോൾ സമയത്ത് ആദ്യം മുൻഗണന കൊടുക്കേണ്ട ഒരു കാര്യം ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെ സിസ്റ്റമാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പലപ്പോഴും. ഈ സിസ്റ്റത്തിൽ നമ്മൾ ഊർജ്ജം നഷ്ടപ്പെടുത്തി. ഇംഗ്ലീഷ് മാതൃഭാഷയാക്കാൻ വേണ്ടി ഞാൻ സമരം ഉപവാസം കടന്നിട്ടാണ് വരുന്നത് സെക്രട്ടേറിയറ്റിൽ, അല്ല പിന്നെ മലയാളത്തിൽ ഒന്നാം ഭാഷ പ്രശ്നത്തിൻ്റെ പേരിൽ. ഇതൊക്കെ വളരെ അന്തർദേശീയമായിട്ട് തന്നെ തദ്ദേശീയ ഭാഷകളിലോട്ട് സാമ്പത്തിക പുരോഗതിയും കൂടി ഉണ്ടാകുമ്പോൾ നമ്മൾ കോടതി ഭാഷ ഇംഗ്ലീഷ്, ഭരണഭാഷ പകുതി ഇംഗ്ലീഷ്, പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ്, ഇങ്ങനെ നമ്മളുടെ ഊർജവും സമയവും നഷ്ടപ്പെടുന്നത് ജനപ്രതിനിധികൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അൽഫോൺസയും കൂടി ജനപ്രതിനിധിയായിട്ട് വരുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാണ്. കാരണം സണ്ണി ജോസഫിന് കാര്യക്ഷമത എന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ സർ, താങ്ക് യു. വിനു സർ, അൽഫോൺസയ്ക്ക് എത്ര മാർക്ക്? 9 മാർക്ക്. 9 മാർക്കാണ് അൽഫോൺസയ്ക്ക് വിനു സാർ കൊടുത്തിരിക്കുന്നത്. സുധീര മാഡം, ഈ ഒരു കോൺവെർസേഷൻ അൽഫോൺസയ്ക്ക് ഞാൻ ഇത്രയും ഗംഭീരമായിട്ട് ഈ ഒരു അഭിമുഖം നടത്തിയതിന് 9.5 മാർക്ക്. 9.5 മാർക്ക്. രാമനുണ്ണി സർ? ഞാൻ 9.5 മാർക്ക് തരുന്നു. ഇത് പൊതുവെ വളരെ പിന്നെ കാര്യക്ഷമതയുള്ളൊരു പഠിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവും കൂടിയായിരുന്നു. അപ്പോൾ ഇവർ എന്ത് ചെയ്തു എന്ന സെഗ്മെന്റിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാറിൻ്റെ കൂടെ അഡ്വക്കേറ്റ് അൽഫോൺസ് നടത്തിയ സംവാദം, ഈ ഒരു കോൺവെർസേഷനിൽ അൽഫോൺസ് കിട്ടുന്നത് 28 മാർക്കാണ്. സാർ വളരെ നന്ദിയുണ്ട്, കാരണം അത്രയും തിരക്കുന്ന സാർ ഓടി വരുന്നത് നമുക്കറിയാം. എന്നാലും ഈ ഒരു ഞാൻ സ്ത്രീ എന്ന ഈ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്ത്, പേരാവൂർ എന്നൊരു സ്ഥലം, ഞാൻ തൃശ്ശൂർക്കാരിയാണ്, അപ്പോൾ അവിടെ നടക്കുന്ന കാര്യം പേപ്പർ വഴി മാത്രം മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കോൺവെർസേഷനിൽ കൂടെ സാറ് പറയുന്ന കാര്യങ്ങൾ കൂടെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വളരെ ഉപകാരമുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻ്റ് ഇവിടെ അവസാനിക്കുന്നു. അൽഫോൺസ് കിട്ടുന്ന 28 മാർക്ക്. ഞാൻ സ്ത്രീയുടെ ഈ സെഗ്മെൻറ്റ് ഇവർ എന്ത് ചെയ്തു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു.